ശരിക്കില്ലേ? ഡിമാൻഡാ? ആ ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ചക്ക കിട്ടിയ സ്ഥിതിക്ക് കണ്ടില്ലേ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ വീടും നാടും ഒക്കെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ നാടും വീടൊക്കെ ഇതിന് മുമ്പൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്, കുറേ മുമ്പാണ്. ശരി, ഇപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ നമ്മുടെ നാടൊന്ന് പരിചയപ്പെടുത്താം. കാണിച്ചത് ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് വീട്ടിലാണ്. അപ്പോൾ വീട് പിന്നെ പരിചയപ്പെടുത്താൻ മാത്രം വലിയൊരു നല്ലൊരു 10-700 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു വീടാണ്. 2-3 ബെഡ്റൂം, ചെറിയ കുഞ്ഞ് ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീട് മേപ്പിളിൻ്റെ അങ്ങാടി തന്നെ ഉള്ളത്. നമുക്കിന്ന് കാണാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എസ്റ്റേറ്റും ഭാഗവും പുറത്ത് അങ്ങാടി, പിന്നെ മറ്റ് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ രാവിലെ സമയം നമ്മുടെ വീട്ടിൽ സ്ഥിരം കലാപരിപാടിയാണിത്. നിത സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുക. പിന്നെ ഹിബ മദ്രസ് പോയിട്ടാണ്. മദ്രസ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് മദ്രസ. പിന്നെ പള്ളിയൊക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവളിപ്പോൾ മദ്രസ വിട്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ അവൾ സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡി ആവണം. കഴിഞ്ഞാൽ അവർ സ്കൂൾ പോകും. അവർ സ്കൂൾ പോയിട്ട് വൈകുന്നേരം വരുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ പുറത്തൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പോയിട്ട് വരാറാണ് പതിവ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏർപ്പാടുകളൊക്കെ തീർത്തിട്ട് വരും. വൈകുന്നേരം വന്നിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ സ്ഥിരം ചെയ്യാറുണ്ട്. ആദ്യം ചെയ്തിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഇവർ ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്കൂളിലൊക്കെ അവരുടെ കുട്ടികളും മറ്റൊരു ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നതുകൊണ്ട് അവർക്ക് വീണ്ടും ഒരു ഇൻട്രസ്റ്റ്. അപ്പം അവർ പറയും, അവരായിട്ട് വാണ്ടഡായിട്ട് പറയണതാണ് നമുക്ക് എടുക്കാമെന്നൊക്കെ. അപ്പം അങ്ങനെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. അവരെ പോവും, എടുക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ നാട് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആ വീട് ഉള്ളൂ കേട്ടോ. ചെറിയൊരു ഹാളും 2 കുഞ്ഞ് ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീടാണ്. നമ്മുടെ വീട്ടിൽ മൊത്തം 7 പേര്. അപ്പയമ്മയും ഞാനും 3 കുട്ടികളും. ഒരാൾ കൂടെ ഇറങ്ങുന്നുണ്ട്. ഇതാ ഐശു. എഴുന്നേക്കുന്നേ ഉള്ളൂ. ഒരാൾ എഴുന്നേറ്റിട്ട് വീണ്ടും ഉറങ്ങിയതാണ്. ഹലോ, ചിരിക്കൂ ചിരിക്കൂ. ചിരിക്കില്ലേ? ഡിമാൻഡാ? ആ ശരി, ഓക്കെ, താങ്ക് യു. നമ്മൾ തൊട്ടിൽ ഉറക്കമൊക്കെ അങ്ങനെ ശരിയാവില്ല. കാരണം ഇവിടെ റോഡായതുകൊണ്ട് നല്ല ഉറക്കം ഇങ്ങനെ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നാൽ പോയാൽ മതി, അല്ലെങ്കിൽ ഒരു ബസ് ഹോൺ അടിച്ചാൽ മതി. അപ്പോൾ ഒരു അത്രയും നേരെ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഹിബ മദ്രസ വീട്ടെത്തി. എവിടെ നോട്ടെ മദ്രസ വീട്ടിയുണ്ടോ? മദ്രസ വീട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഒരു അറ്റൻഡൻസ് വന്നു ഇതിൻ്റെ അടുത്ത്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സ്കൂൾക്ക് പോകാനിന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഇവർക്ക് ട്രാക്ക് സ്യൂട്ടാകും. സ്യൂട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ നമ്മുടെ അവിടെ. നീ സ്കൂൾക്ക് വരട്ടെ ഞാൻ? സ്കൂൾ കാണിച്ചു തരുമോ? പരിചയപ്പെടുത്തി തരുമോ? എന്നാൽ റെഡി ആയി പോകും. ചായ കുടിക്കും. പോവാനിതാ സ്കൂളിലേക്ക്. ഞാനും വരും. ഇബാൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഞാൻ ചെറിയൊരു ആവശ്യത്തിനുണ്ട് വേറൊരു സ്ഥലം വരെ പോയി. അപ്പോഴത്തേക്ക് അവർ പോയി, സ്കൂളിലേക്ക് പോയി. ഇപ്പം നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നമ്മുടെ നാട്ടിൻ പുറത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. മെയിൻ റോഡ് അപ്പുറത്തുണ്ട്. അതായത് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്റ്റേറ്റ് ഹൈവേ റോഡ് പോകുന്നുണ്ട്. അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് തള്ളിയാണ് നമ്മുടെ ഗ്രാമം. ചെറിയൊരു അത്യാവശ്യം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുള്ളൊരു അടിപൊളി നാടാണെന്ന് പറയാം. എല്ലാവർക്കും അവരുടെ നാട് അടിപൊളിയാണ്. പക്ഷേ ഇത് കുറച്ച് അവരുടെ ഇവിടെ മദ്രസ ഉണ്ടല്ലേ, മദ്രസൻ്റെ കെട്ടിടം. ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കും. ഓഡിറ്റോറിയം കൂടാണ്. ഇവിടെ പള്ളി. ഈ മുമ്പിൽ കാണാനാണ് ഇവിടുത്തെ അങ്ങാടി. ഇതാണ് ഇവിടുത്തെ ജുമാഅത്ത് പള്ളി. ഈ ഭാഗത്തേക്കും അങ്ങാടിയാണ്. ഇവിടെ ആൾക്കാരൊക്കെ ബസ് എത്തിക്കുന്നുണ്ട്. ഇവിടെ ബസ് സർവീസ് ഉണ്ട്. ബസ് വരുന്ന സമയമായതാണ് ആൾക്കാർ നിൽക്കുന്നത്. ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഗൂഡല്ലൂർ വരെ പോകുന്ന ബസ് വരും. ബസ് ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഉള്ളൂ. കഴിയുമ്പോൾ ഇവിടെ ഓട്ടോറിക്ഷകളുണ്ട്. ഓട്ടോറിക്ഷ കയറി ആൾക്കാർ പുറത്തേക്ക് പോകും.
അങ്ങാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ അത്യാവശ്യ സാധനങ്ങളും കിട്ടുന്ന കടകളൊക്കെ ഉള്ളതാണ്. പലചരക്കടകൾ, ഫാൻസി ഷോപ്പ്, മാവ് മില്ല്, ടൈലർ കടകൾ, ചായക്കട, കോഴിക്കട എല്ലാം ഉണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. നാട്ടിലെ സ്കൂള് ഇതായി ഹിബായൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളാണ്, LP സ്കൂള് അല്ലേ. സ്കൂൾ നമുക്ക് വിശദമായിട്ട് നമുക്ക് അവർ കൂടെ ഒരു ദിവസം പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കണം. നാട് ചെറുതായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മുമ്പും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സ്കൂള്, പള്ളി, മദ്രസ, അങ്ങാടി ഇതൊക്കെ ഒരു ഭാഗം കഴിഞ്ഞാൽ LP സ്കൂൾ വെച്ചാൽ ഹൈസ്കൂളല്ല മിഡിൽ സ്കൂൾ 8ാം ക്ലാസ് വരെ ഉണ്ടാവും. പിന്നെ ഇവിടെ കണ്ടോ ഈ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എസ്റ്റേറ്റാണ്. പിന്നെ എസ്റ്റേറ്റ് ചായ എസ്റ്റേറ്റ് മേഫീൽഡ് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടോ. ഹാരിസൺസ് പ്ലാന്റേഷൻ്റെ പിന്നെ കമ്പനിയാണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എസ്റ്റേറ്റിലേക്ക് കിടന്നു. ആദ്യമൊക്കെ ഗേറ്റ് വൈകുന്നേരം കഴിഞ്ഞാൽ അടച്ചിടുമായിരുന്നു. അതായത് രാവിലെ 8 മണി, രാത്രി 8 മണി കഴിഞ്ഞാൽ അടച്ചിട്ട് പിന്നെ രാവിലെ അത് ഓപ്പൺ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് റോഡ് കൊണ്ടല്ലോ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലം മറ്റൊക്കെ ഉണ്ട്. പിന്നെ എസ്റ്റേറ്റ് പാടികളൊക്കെ ഉണ്ട്. പിന്നെ മേളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ എസ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും പൂർവികം എസ്റ്റേറ്റാണ്. ഈ നാട് അറിയപ്പെടുന്നത് തന്നെ മേഫീൽഡ് എസ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സ്ഥലങ്ങളിലൊക്കെ പിന്നീട് ഉണ്ടായതാണ്. ഈ എസ്റ്റേറ്റ് ലേബറായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ചതിന് ശേഷം അവരോട് സ്ഥലം വാങ്ങി വീട് വെച്ച് അങ്ങനെയാണ് ഈ പ്രൈവറ്റ് സ്ഥലങ്ങളൊക്കെ ഇവിടെ രൂപം കൊണ്ടുവന്നത്. മറ്റ് എടുത്തു പറയേണ്ട ഇവിടുത്തെ എസ്റ്റേറ്റ് തന്നെയാണ് മേഫീൽഡ് എസ്റ്റേറ്റ്. അതുകൊണ്ട് യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരെല്ലാം അധികം മിക്ക ആൾക്കാർ എസ്റ്റേറ്റ് പാടിയിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ച വീടും പാടിയൊക്കെ ആ ഭാഗത്താണ് ഉള്ളത്. നമ്മൾ കുട്ടികളെ കൂട്ടിയിട്ട് ദിവസം പോയിട്ട് ആ ഭാഗമൊക്കെ നമുക്ക് കാണാം. ഓക്കെ, എന്നതാണ് എസ്റ്റേറ്റ് ലൈൻസ്. കട്ടെടുക്കുന്നുണ്ടല്ലേ. ഇവിടെ രാത്രിയിൽ ആന വരും. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ എസ്റ്റേറ്റ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വലിയൊരു പ്ലാവുണ്ട് അല്ലേ, വലിയൊരു പ്ലാവാണ്. ഈ പ്ലാവ് ഒരു ഭീഷണിയാണ്. രാത്രി ഇതിൻ്റെ അടിയിലൊക്കെ ആന വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിനാണോ ഇനി വേറെ പർപ്പസാണോ അറിയില്ല. കൊമ്പൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റോഡ് നേരെ പോണത് ഇവിടുത്തെ എസ്റ്റേറ്റ് ഫാക്ടറിയിലേക്കാണ്. ഇവിടെ തേയില ഫാക്ടറി ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു. ഈ റോഡ് ഒക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റിൻ്റെ അടുത്ത് വരെ പോകും. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ്. അതുവരെ ഈ റോഡ് പോകും. പക്ഷേ ഓഫ് റോഡാണ്, അതായത് ടാറിങ്ങൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടത്തേക്ക് ഈ ഭാഗത്തേക്കുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഈ കണ്ടീഷനിൽ തന്നെ ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. പിന്നീട് അത് സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ അതിൽ ടാറിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു പൊതു സ്വത്തായി കിടക്കുകയാണ് ആ റോഡ്. ചക്ക കിട്ടിയ സന്തോഷം, രണ്ടാൾക്ക് ഓരോന്ന് കിട്ടി. അപ്പോൾ നമുക്കൊരു ചക്ക കിട്ടി. ഇത് ഞാനും കൊണ്ടുപോവാണ്. പഴുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇന്നലെ രാത്രി 2 ഗ്രൂപ്പാണ് ഇത്ര ആന വന്നിരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് ഒന്ന് വന്നത്ര, ഈ മോൾ ഭാഗത്തു നിന്ന് വന്നത്ര ഒക്കെ വരുന്നത്. ഈ പ്ലാവിൽ ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് വരുന്നുണ്ട്. ഒരുപാട് ചക്ക ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ആന എത്തിച്ച് പറിക്കുന്ന ഭാഗത്തുള്ള കൊമ്പെല്ലാം വെട്ടി ഇറക്കി. അപ്പോൾ അതിൽ നിന്നാണ് നമുക്കിപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുള്ളത്. ഏതായാലും ചക്ക കിട്ടിയ സ്ഥിതിക്ക് ഇത് കൊണ്ടുപോയി വീട്ടിൽ വെക്കാം, അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ചക്ക കിട്ടിയ സ്ഥിതിക്ക് കണ്ടില്ലേ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ച, നമ്മളെ വീടിരിക്കുന്ന സ്ഥലം, പഴയ വീടിരിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് വിശദമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.